ധർമ്മസ്ഥലയിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ബംഗളുഗുഡ വനമേഖലയിലെ തെരച്ചിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. നേരത്തെയും തലയോട്ടികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇന്ന് കൂടുതൽ അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെടുത്ത പശ്ചാത്തലമുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ വിട്ട് നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SIT നടത്തിയ പരിശോധനയിൽ ഇന്ന് നിർണായകമായ തെളിവുകളാണ് ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇന്ന് 11ാമത്തെ പോയിന്റിലായിരുന്നു പരിശോധന നിശ്ചയിച്ചത്. പക്ഷേ 11ാം പോയിന്റിലെ തൊട്ട് പിറകിലുള്ള വനമേഖലയിലേക്കായിരുന്നു SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി പോകുന്ന കാഴ്ച കണ്ടത്. പിന്നീട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു അസ്ഥികൂടവും അതുപോലെ തന്നെ തലയോട്ടും ഒരു മനുഷ്യന്റെ പൂർണ്ണരൂപം, അതുകൂടാതെ നിരവധി അസ്ഥികൂടങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ബാംഗ്ലൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് ഏത് സമയത്ത് നടന്ന കൊലപാതകമാണ്, അതല്ലെങ്കിൽ ഇത് സ്ത്രീയുടെ പുരുഷൻ്റേതാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം SIT ഈ ഒരു ഫോറൻസിക് പരിശോധനയോട് കണ്ടെത്തും. എന്തായാലും ഇന്ന് നിർണായക നീക്കങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടന്നതെന്ന് പറയേണ്ടി വരും. 6ാം ദിന തെരച്ചിലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും 11ഉം 12ഉം 13ഉം ഈ 3 സ്പോട്ടുകളാണ് പരിശോധിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇവിടങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്നില്ല. സർപ്രൈസ് സ്പോട്ട് എന്നാണ് ഈ SIT വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടത്തിൽ നിന്നാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. 100 അടിയോളം മുകളിൽ വരുന്ന ഒരു സ്ഥലം, അവിടെ ഇത്തരത്തിൽ കുഴിച്ച് പരിശോധന നടത്തുന്നത് തന്നെ വലിയ പ്രതിസന്ധിയായിരുന്നു. തൊഴിലാളികൾക്ക് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ കാണുന്ന രീതിയിലായിരുന്നില്ല ഈ സ്ഥലം. കൃത്യമായി ഒരു നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഈ സ്ഥലത്ത് പോകുന്നു, ഇത്തരത്തിൽ പരിശോധന നടത്തുന്നു. 6:30 സംഘം തിരിച്ചു വരുന്നു. കൃത്യം എല്ലാ ദിവസവും 6:00-ക്കായിരുന്നു ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നത്. അതേപോലെ ഇന്നും ഈ 6:30 ഇത് പരിശോധന പൂർത്തിയാക്കി താഴെ വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇനി 11ഉം 12ഉം 13ഉം സ്പോട്ട് കൂടി പരിശോധിക്കാനുണ്ട്. തീർച്ചയായും ഇനിയും പരിശോധനകൾ തുടരും. പോയിന്റുകൾ, മാർക്ക് ചെയ്ത പോയിന്റുകൾക്ക് അപ്പുറത്തുള്ള പരിശോധനയിൽ കൂടുതൽ തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചേർത്തലയിൽ നിന്നും കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ ന്യൂസ് 18 കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീകൾ എവിടെ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുന്നു. ആലപ്പുഴയിലെ തിരോധാന കേസുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം. സൈക്കോ കില്ലറെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെ ഗ്രാനൈറ്റ് പൊളിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. ഇതിനായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുകയാണ്. തെളിവെടുപ്പിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് നീക്കം. പ്രധാനമായും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇവിടേക്ക് എത്തിയതെങ്കിലും പള്ളിപ്പുറം എന്ന ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് 4 സ്ത്രീകളുടെ തിരോധാനമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് കോട്ടയം, ആലപ്പുഴ ജില്ലകളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. 2006 കാണാതായ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ പിന്നീട് കാണാതായ ആയിഷ എന്ന സ്ത്രീ, ഇതിനിടയിൽ തന്നെ 2024 ജൈനമ്മ എന്ന സ്ത്രീ, അവരുടെ തിരോധാനം നടക്കുന്നു. ഒപ്പം തന്നെ അതിനിടയിൽ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു എന്ന സ്ത്രീയുടെ തിരോധാനവും ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. രാവിലെ തന്നെ അന്വേഷണ സംഘം ഇവിടെ എത്തി ഈ പരിസരം മുഴുവൻ പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പ്രധാന ഇടങ്ങളെല്ലാം തന്നെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവർ മാർക്ക് ചെയ്തു. ഒപ്പം സെബാസ്റ്റ്യനുമായി കോട്ടയത്ത് നിന്നുള്ള സംഘം എത്തുന്നു. അതോടുകൂടി JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ കോമ്പൗണ്ടിൽ നടന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വീടിന്റെ പരിസരം 2.5 ഏക്കറോളം വരുന്ന പരിസരം വിവിധ ഇടങ്ങളായി കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടന്നു. ആദ്യം JCB ഉപയോഗിച്ച് എല്ലിൻ കഷ്ണങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഭാഗത്താണ് പരിശോധന നടത്തിയത്. അവിടെ നടത്തിയ പരിശോധനയിൽ വീണ്ടും അത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ, ശരീരത്തിന്റെ അസ്ഥികൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്കുള്ള പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യ ദിവസം തെരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയ ഇടത്തു നിന്നും തൊട്ടടുത്തായി കിട്ടിയ എല്ലിൻ കഷ്ണങ്ങൾക്കപ്പുറത്തേക്ക്, അസ്ഥികൾക്കപ്പുറത്തേക്ക് മറ്റ് നിർണായകമായ തെളിവുകൾ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് ഇവിടെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഒപ്പം സെബാസ്റ്റ്യനെ പാരലായി തന്നെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വീടിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ പുതിയതായി കണ്ടെത്തിയ അസ്ഥികൾ ഒന്നും തന്നെ അതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ സെബാസ്റ്റ്യൻ നിൽക്കുന്നത് എന്നുള്ളതാണ്.
കടാവർ നായ്ക്കളെ അടക്കം ഈ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു, പരിശോധന നടത്തി. പിന്നീട് മറ്റൊരു നിർണായകമായ പരിശോധന നടത്തിയത് ഇവിടെയുള്ള ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രത്യേകിച്ച് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കുളം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. തീർച്ചയായും പരിശോധന നാളെയും തുടരും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ തേടാനുള്ള നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ശരണ്യ അറിയിക്കുന്നത്. ആലപ്പുഴയിലെ തിരോധാന കാസ്റ്റ് കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നതായും വെളിപ്പെടുത്തൽ വന്നു. ഇന്ന് ഭർത്താവ് മർദ്ദിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കായിരുന്ന തന്നെ വീടും സ്ഥലവും വിറ്റ് നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശാസൻ കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല,